ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും അജികുമാറിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. സെപ്റ്റംബർ 1 വരെയാണ് വിജിലൻസ് കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മനോജ് ചേരുകയാണ്. മനോജ്, ഈ പ്രോസിക്യൂഷൻ അതിശക്തമായ തെളിവുകൾ, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അജികുമാറിനും PS പ്രശാന്തിനും എന്തൊക്കെ ഇടപാടുകളാണ് ഉള്ളത് എന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ റിമാൻഡ് കാലാവധി ഇപ്പോൾ കോടതി നീട്ടിയിരിക്കുന്നത്? ഗൗതം, ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. നേരത്തെ തന്നെ ജാമ്യ നീക്കം പ്രതികൾ നടത്തിയിരുന്നു. പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ വാദം തുടരുന്നതിനാൽ തന്നെയാണ് റിമാൻഡ് കാലാവധി ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുന്നത്. ഇതും കൂടെ ആയി മൂന്നാമത്തെ തവണയാണ് ഇരു പ്രതികളെയും വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ ഇവർ പറയുന്നത് ഗൂഢാലോചനയില്ല, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രതികൾക്കുള്ള ബന്ധം, അതോടൊപ്പം ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊക്കെ തന്നെ ദുരൂഹമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ തീരുമാനമെടുക്കുന്ന ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്ത് ഉൾപ്പെടെ ഫോണിൽ സംസാരിച്ചിരുന്നു. യോഗത്തിന് മുമ്പായി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു. അതോടൊപ്പം അജികുമാറിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. അജികുമാർ 2 വീടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശുപാർശയിൽ നേതൃത്വത്തിൽ വെച്ച് നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഈ വീടുകൾ വെച്ച് നൽകിയതിൻ്റെ താക്കോൽദാന കർമ്മത്തിലും അതോടൊപ്പം നിരന്തരമായി ഇവർ ബന്ധപ്പെട്ടതിൻ്റെയും തെളിവുകൾ കോടതിക്ക് മുൻപാകെ വച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് 40 വർഷത്തെ വാറണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ ദേവസ്വം വസ്തുവിൻ്റെ വാറണ്ടി അല്ലെങ്കിൽ ദേവസ്വം സ്വത്തിൻ്റെ വാറണ്ടി നൽകുന്നത് ദുരൂഹമാണ്. ഇത് മാറ്റണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടും അതിൽ തുടർ നടപടി ഉണ്ടായില്ല എന്നുകൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള തെളിവുകളാണ് ഈ പ്രതികൾക്കെതിരെയുള്ളത്. ഇതിന് പ്രതിഭാഗം വാദം വരുമ്പോൾ രാഷ്ട്രീയ താല്പര്യവും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമാണ് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇത് SITയുടെ നിരീക്ഷണവും അതോടൊപ്പം തന്നെ SITയുടെ കണ്ടെത്തലുകളെയും തുടർന്ന് പ്രോസിക്യൂഷൻ മുൻപോട്ട് വച്ചിട്ടുള്ള തെളിവുകളെന്ന് പറയുന്നത് ഈ പ്രതികൾക്കെതിരായുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുവാൻ സാധ്യത വളരെ ഏറെ കുറവാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ മനോജ്, എന്തായാലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അതോടൊപ്പം തന്നെ അജികുമാർ തുടങ്ങിയവരുടെ റിമാൻഡ് കാലാവധി ഇപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതി നീട്ടിയിരിക്കുകയാണ്. അതിശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.